കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും. ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. അവർ ബ്രാഞ്ചസ് പൂക്കോട്ടുംപാടം, കാളികാവ്. തോട് സംരക്ഷണത്തിനായി മണ്ണെടുക്കുകയും പിന്നീട് പ്രവൃത്തി മുടങ്ങുകയും ചെയ്തതോടെ കരുളായിൽ ദുരിതത്തിലായത് 15ഓളം കുടുംബങ്ങൾ. ചീരപ്പാടത്തോട് ചേർന്നാണ് സംഭവം. ചീരപ്പാടത്തോട് ചേർന്നൊഴുകുന്ന തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും പാലം പണിയാനുമാണ് തോടിന്റെ അരികിൽ നിന്നും മണ്ണെടുത്തത്. മഴയ്ക്കു മുന്നേയാണ് ഈ പ്രവൃത്തി നടത്തിയത്. എന്നാൽ മണ്ണെടുത്ത പ്രവൃത്തി മാത്രമാണ് ഇത്രയും ദിവസമായിട്ടും ചെയ്തിട്ടുള്ളൂ. മറ്റൊരു പ്രവൃത്തിയും ചെയ്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായതോടെ മണ്ണെടുത്ത ഭാഗത്ത് തോടിടിയാൻ തുടങ്ങി. ഈ കാരണത്താൽ തോടിന്റെ ഓരത്തുള്ള ഭൂമി തോട്ടിലേക്ക് ഇടിഞ്ഞു വീണ് കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, തോട്ടിൽ നിന്ന് കോരിയെടുത്ത മണ്ണ് സമീപത്തെ റോഡിലാണ് കൂട്ടിയിട്ടിട്ടുള്ളത്. ഈ കാരണത്താൽ ഇതുവഴിയുള്ള യാത്രയും മുടങ്ങിയ അവസ്ഥയാണ്. തോടിന് കുറുകെ നിലവിലുള്ള പാലം ഏതു നിമിഷവും തകരുമെന്ന അവസ്ഥയിലുമാണ്. 15 കുടുംബങ്ങളിലായി കഴിയുന്ന വിദ്യാർത്ഥികൾ അടക്കം ഒട്ടനവധി ആളുകളാണ് ഇതോടെ പ്രയാസത്തിലായിട്ടുള്ളത്. ഭീതി കൂടാതെ നടക്കാനുള്ള സൗകര്യമെങ്കിലും ഒരുക്കി തരണമെന്ന് പ്രദേശവാസികൾ പറയുന്നത്. ഞങ്ങളിവിടെ രോഗികൾ പലതും ഉണ്ട്. ഒരു ഓട്ടോറിക്ഷ പോലും ഈ വഴിക്ക് വരില്ല. അങ്ങനെ ആക്കിയിട്ടാണ് ഇത് പോയത്. അപ്പോൾ ഈ കുട്ടികളായാലും ഞങ്ങളായാലും പനി പിടിച്ചാലും വയസ്സില്ലോലും എല്ലാവരും ഉണ്ട്. ഷുഗർ, പ്രഷർ, ഇങ്ങനെയുള്ള രോഗമുള്ളവരൊക്കെ ഉണ്ട്. ആർക്കും ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരു നിവർത്തിയില്ല. ഒക്കെ നടന്ന് അല്ലെങ്കിൽ ഏറ്റിയോ കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. 3.5 മാസക്കാലമായി ഈ തോട് പൊളിച്ചിട്ടുണ്ട്. 2 ഭാഗം സൈഡ് കെട്ടാൻ കോൺട്രാക്ടറെ അനാസ്ഥ മൂലം ഈ റോഡ് ഇതുവരെ പണി നടന്നിട്ടില്ല. 3 മാസം വേനൽ കഴിഞ്ഞു പോയി. റോഡ് 2 ഭാഗം സൈഡൊക്കെ പൊളിഞ്ഞു പോയി, ഭൂമിയൊക്കെ ഒലിച്ചു പോയി. കുട്ടികൾക്ക് പിന്നെ നടക്കാൻ വയ്യ. തോടൊക്കെ എത്രയോ പൊളിഞ്ഞു പോയി. വെള്ളം വന്നു. ഈ വഴിയാണ് വീട്ടിൽ പോകാൻ. ഇതിങ്ങനെ ഇടിഞ്ഞ് പോയിക്കൊണ്ട് നിന്നാൽ ഞങ്ങളെ കുട്ടികൾ ഞങ്ങളുടെ അവസ്ഥ മോശമാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.